ഓണമൊക്കെ അല്ലേ, എന്ത് വെറൈറ്റി ആയിട്ട് പിടിക്കാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരു 2-3 ദിവസമേ ആലോചിച്ച് ഗണിച്ച് ഗുണിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് മൈലാഞ്ചി ഇടാന്നുള്ളത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചു. ചുളിവിൽ കെട്ടുന്ന ഒരാളായതുകൊണ്ട് പാവത്തിനെ കുറേ നേരത്തെ കഷ്ടപ്പെടുത്തി പേനയും കൊണ്ടൊക്കെ ഡിസൈൻ വരപ്പിച്ചു. പിന്നെ പുള്ളിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതുകൊണ്ട് പുള്ളീനെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അടുത്ത ആർട്ടിസ്റ്റിനെ പിടിച്ചിരുത്തി. അങ്ങനെ ആദ്യത്തെ ആർട്ടിസ്റ്റിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടാതിരുന്ന രണ്ടാമത്തെ ആർട്ടിസ്റ്റ് നമുക്കത് ഫുള്ള് മായ്ച്ച് പുതിയൊരു ഡിസൈൻ വരച്ചു തന്നു. ഞാനാണെങ്കിൽ ലോകത്ത് ആരും കണ്ടിട്ടില്ല അതൊരു പ്രത്യേകതരം ഡിസൈനും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ സമയം വേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ ലോകത്ത് എല്ലാവരും ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പക്ഷേ കയ്യിലിട്ട നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൊണ്ടാണ് വേറൊരാൾ വന്നത്. അയാൾക്ക് താമരപ്പൂ മതിയായിരുന്നു. അതും താമരപ്പൂവിൽ തന്നെ 8-10 ഡിസൈനുകൾ വേറെ ആഡ് ചെയ്ത് ഒരു പ്രത്യേകതരം ഭംഗിയായിരുന്നു പുള്ളിക്കാരി ചെയ്തത്. ഞാൻ എന്തായാലും എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കണ്ട ഒരു അവിയിൽ പരിവാ തോന്നിയിട്ടുള്ളത്. പണ്ടൊക്കെ മൈലാഞ്ചി അരച്ചിടുന്ന ഒരു ഓർമ്മയിൽ ഞാനതങ്ങ് അയവിറക്കി. എന്തായാലും